പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വചനഭാഗമാണ്. കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് കടന്നു ചെന്ന് പത്രോസിന്റെ പ്രസംഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നസ്രാനായ യേശു കർത്താവിനെ പുറംജാതിക്കാരുടെ ഇടയിൽ ദൈവത്തെ വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം പത്രോസിലൂടെ ദൈവത്തിന്റെ അരുളിപ്പാട് സകല മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ഇടവരുന്ന ദൈവീക സന്ദേശം പത്രോസ് ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. പത്രോസ് വായി തുറന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന് മുഖപക്ഷമില്ല, ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നാണ് ജാതികളുടെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നത്. പത്രോസിന്റെ പ്രസംഗത്തിൽ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവനെ ദൈവം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന്. യോഹന്നാന്റെ പ്രസംഗത്തിലുള്ള ദൈവിക സന്ദേശം പത്രോസിന്റെ പ്രസംഗത്തിലൂടെ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവിക വെളിപ്പാട് മുഴുവനും പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് പത്രോസിനെ ദൈവം നിയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പത്രോസ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയ ആത്മനിറവിന്റെ അഭിഷേകത്തിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് പത്രോസ് പ്രസംഗം ആരംഭിക്കുന്നതെങ്കിലും ഈ പ്രസംഗം കേട്ടവരുടെ ഹൃദയം ജ്വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ അകം ചലിക്കുവാനും ആത്മാവിൽ വലിയ ദൈവപ്രവൃത്തിയെ നടത്തുന്നത് അനുഭവിക്കുവാനും ദൈവം ഇടയാകും. നിരാശജനകമായിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ നിരാശകളെ മാറ്റി അനുഗ്രഹിക്കുന്നവന്റെ അഭിഷേകം നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ ദൈവവചനത്തിലൂടെ കഴിയും. കാരണം വചനത്തിന് ജീവനുണ്ട്. ജീവനുള്ള വചനം ഹൃദയത്തിന്റെ ഉള്ളറയിൽ അവിടെ ക്രിയ ചെയ്യും. വചനം എങ്ങോട്ട് കടന്നു ചെന്നോ അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വചനത്തിന്റെ പ്രവൃത്തി ആത്മാവിൽ വെളിപ്പെടുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീരപ്രവൃത്തികളിലൂടെയാണ് വെളിപ്പെട്ടു വരാൻ ഇടവരുന്നത്. ഈ വചന സന്ദേശം നിങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തേക്ക് എൻ്റെ കർത്താവ് അവിടുന്ന് പകർന്നു തരുമ്പോൾ ഈ വചനം കേൾക്കുന്ന നമ്മുടെ അകത്ത് ഇന്നും ജീവിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണാൻ കഴിയും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് പിതാവിന്റെ അടുക്കലേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി എപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും വചനഭാഗത്ത് 38 മുതലുള്ള വചനഭാഗത്ത് നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങളെ അറിയിക്കുന്നുവല്ലോ. കണ്ടോ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പല ഭാഗങ്ങളുമായിട്ടാണ് പത്രോസ് പുറംജാതിക്കാരോട് വിവരിച്ചു കൊടുക്കുന്നത്. ഈ വചന സന്ദേശം കേട്ടവർ അവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റം വരുന്നു. ജീവിക്കുന്ന ഒരു കർത്താവിനെ ഞങ്ങളിതാ കാണാൻ ഇടവന്നു. ഏതെങ്കിലും കല്ലിലോ പദാർത്ഥത്തിലോ ഏതെങ്കിലും രൂപത്തിലോ പ്രതിമയിലോ ഒന്നുമല്ല ജീവിക്കുന്ന ദൈവം ഇരിക്കുന്നത്. ആത്മാവായ ദൈവം, നമ്മോട് സംസാരിക്കുന്ന ദൈവം, നമ്മളിൽ ഇടപെടുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം. ഹൃദയം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചാലുണ്ടല്ലോ അവിടെ വലിയ ദൈവപ്രവൃത്തി ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. അവന്റെ മഹത്വം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ തുറന്ന ഹൃദയത്തോടെ അവന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. കർത്താവ് നമ്മുടെ മേൽ ഇടപെടാൻ തുടങ്ങും. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിക്കുന്ന ദൈവമേ, നിന്റെ മഹത്വം ഞങ്ങളുടെ മേലേക്ക് നീ പകർന്നതിനായി പ്രാർത്ഥിക്കുന്നു.
ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവത്തിന്റെ അഭിഷേകവും ശക്തിയും കൃപയും അവന്റെ സാന്നിധ്യവും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ മഹത്വം കൊണ്ട് നിറയുവാൻ കർത്താവ് ഇപ്പൊ ഇടയാക്കണം. രോഗത്തിന്റെ ബന്ധനമാണോ അത് വിട്ടുമാറണം. ശരീരത്തിന്റെ ബന്ധനമാണോ അത് നീങ്ങിപ്പോകണം. എല്ലാ അസ്വസ്ഥതകളും മാറ്റുന്ന അവന്റെ വചനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.